ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കോപ്പറേറ്റീവ് ലോയിൽ സെക്ഷൻ 13 കുറിച്ചാണ്. എന്താണ് സെക്ഷൻ 13? KCS ആക്ടിൽ സെക്ഷൻ 13 പറയുന്നത് ബൈലോ അമെൻമെൻറ്റ് എപ്പോഴാണ് നിലവിൽ വരിക? ബൈലോ അമെൻമെൻറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളത്. അതായത് എന്നാണോ രജിസ്ട്രാർ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒരു ബൈലോ അമെൻമെൻറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളതും. അങ്ങനെ ബൈലോ അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്നാണോ അത് രജിസ്റ്റർ ചെയ്യുക അന്നാണ്, ഓൺ ദാറ്റ് ഡേ, ഓക്കെ, അന്നാണ് എന്ത് ചെയ്യുക, ബൈലോ അമെൻമെൻറ്റ് നിലവിൽ വരിക. ഓൺ ദ ഡേ ഓഫ് രജിസ്ട്രേഷൻ. ആര്? ബൈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അന്നാണ് ബൈലോ അമെൻമെൻറ്റ് നിലവിൽ വരിക. അതാണ് സെക്ഷൻ 13 പറയുക. ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത സെക്ഷൻ സെക്ഷൻ 14. 14 റൂൾ 13. ഇതിൽ പറയുന്നത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അമാൽഗമേഷൻ നടത്തുമ്പോൾ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്, ഇതിനെക്കുറിച്ചാണ് സെക്ഷൻ 14 റൂൾ 13 പറയുന്നത്. എന്തൊക്കെയാണ്? അമാൽഗമേഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സൊസൈറ്റി നമ്മൾ മെർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് അമാൽഗമേഷൻ എന്ന് പറയുക. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് പിന്നെന്താണ്? ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ വേണം. പ്രയർ അപ്രൂവൽ ഓഫ് രജിസ്ട്രാർ ആവശ്യമാണ്. ഓക്കെ, ഇനി രജിസ്ട്രാറിൽ നിന്ന് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 15 ദിവസത്തെ ക്ലിയർ നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് 15 ഡേയ്സ് ക്ലിയർ നോട്ടീസ് കൊടുത്തിട്ടായിരിക്കും ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. എന്തിനു വേണ്ടിയിട്ട്? ഈ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. അതായത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്, ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനായിട്ട് 15 ദിവസത്തെ ക്ലിയർ നോട്ടീസ് കൊടുക്കണം. എന്നിട്ടാണ് ആ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് എന്ത് വേണം? രജിസ്ട്രാറിൽ നിന്ന് പ്രയർ പെർമിഷൻ വേണം. ഇങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും അവരുടെ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാനോ അവരുടെ ലോണ് വിഡ്രോ ചെയ്യാനോ ലോൺ ക്ലോസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് 2 മാസത്തെ സമയം കൊടുക്കണം. 2
2 മാസം സമയം എന്തിനാണ് കൊടുക്കുക? ഇത് കൊടുക്കുന്നത് മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനുമാണ്. അത് റൈറ്റിങ്ങിൽ കൊടുക്കണം കേട്ടോ. ടു മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിഡ്രോ ഡെപ്പോസിറ്റ്സ് ഓർ. ഇനി നമുക്ക് പഠിക്കേണ്ട സെക്ഷൻ 15. സെക്ഷൻ 15 പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നുണ്ട്. എങ്ങനെയാണെന്നാണ് പറയുക. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് in certain cases. ഇനി എന്തൊക്കെയെന്ന് പറയാം. അതിൽ ഒരു കേസ് എന്ന് പറയുന്നത് അമാൽഗമേഷൻ്റെ സമയത്ത്. അതായത് 2 അതിലധികം സൊസൈറ്റികളോ ഒരുമിച്ച് ചേർത്ത് ഒരു പുതിയ സൊസൈറ്റി ഉണ്ടാവുകയാണെങ്കിൽ മുൻപുണ്ടായിരുന്ന സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഓക്കെ. അതായത് 2 or more സൊസൈറ്റീസ് മെർജ് ചെയ്യുമ്പോൾ അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ടൊരു പുതിയ സൊസൈറ്റി ഉണ്ടാവും. ന്യൂ സൊസൈറ്റി ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കും? ഈ പഴയ സൊസൈറ്റികളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റിയും മൊത്തമായിട്ട് എന്ത് ചെയ്യും? വേറൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഏത് സൊസൈറ്റിയിൽ നിന്നാണോ ഈ അസറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്താൽ ആ സൊസൈറ്റി എന്താവും? ക്യാൻസൽ ആവും. അതിൻ്റെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഓക്കെ. ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഇത് ആസ് എ ഹോൾ ആണ്. കുറച്ചല്ല, മുഴുവനായിട്ട് ഏതെങ്കിലും സൊസൈറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. 3, ഒരു സൊസൈറ്റിയെ 2 അതിലധികമോ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സൊസൈറ്റി ക്യാൻസൽ ആവും, രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. ഡിവിഷൻ ഓഫ് എ സൊസൈറ്റി. ഈ 3 സാഹചര്യങ്ങളിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.